നമസ്തേ. ജ്യോതിഷപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപാസന ആസ്ട്രോളജി എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂലൈ 14 മുതൽ കർക്കിടക മാസം ആരംഭിക്കുന്നു. അത് 2024 ഓഗസ്റ്റ് 16 വരെയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം 12 മാസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള മാസമാണ് കർക്കിടകം. രാമായണ പാരായണവും നാലമ്പല ദർശനവും ക്ഷേത്രങ്ങളിലെ പ്രത്യേക പൂജകളുമൊക്കെയായി കർക്കിടകം പുണ്യമാസമായി വിശ്വാസികൾ ആചരിക്കുന്നു. സൂര്യൻ മിഥുന രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുമ്പോഴാണ് കർക്കിടകം ആരംഭിക്കുന്നത്. ഈ മാറ്റം ചില നാളുകാർക്ക് പ്രത്യേക ഗുണവും ചിലർക്ക് ദോഷപ്രദവുമാണ്. ഏതൊക്കെ നാളുകാർക്കാണ് കർക്കിടകം ഗുണപ്രദമെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ ഈ നക്ഷത്രങ്ങളടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഈ മാസം അനുകൂലമാണ്. ധനപരമായി ഉയർച്ചയും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ധനം ലഭിക്കുവാനും ജോലിയിൽ ശമ്പള വർധനവോ ബിസിനസ്സിൽ ഉയർച്ചയോ ഇവർക്കുണ്ടാകാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകുവാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വപ്രയത്നവും കഠിനാധ്വാനവും കൊണ്ട് മേടക്കൂറുകാർക്ക് ഈ മാസം പ്രതീക്ഷിക്കാത്ത ഉയർച്ച ഉണ്ടാകും. അതുപോലെ കർക്കിടക മാസത്തെ ഉയർച്ച കാണുന്ന നക്ഷത്രങ്ങളാണ് പുണർത്തം, കാൽ, പൂയം, ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർ. ഇവർക്ക് ഒരു പദവിയോ ബഹുമാനവോ മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ട യോഗമുണ്ട്. സമൂഹത്തിൽ മാന്യത ഉണ്ടാക്കുകയും സർക്കാരിൽ നിന്നും അംഗീകാരമോ ധനമോ ലഭിക്കാം. പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. പല വഴികളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. അപകടങ്ങൾ ഈ നാളുകാർ കുറച്ച് ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നുള്ള ഉപകാരവും ദൂരയാത്രയും യോഗം കാണുന്നു. മകം, പൂരം, ഉത്രം അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്കും കർക്കിടക മാസം ഭാഗ്യത്തിൻ്റെ മാസമാണ്. ജോലിപരമായിട്ട് ഉയർച്ച, സാമ്പത്തിക ഉയർച്ച എന്നിവ ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മാതാവിൽ നിന്നോ മാതൃസ്വത്തിൽ നിന്നോ ധനാഗമം ഉണ്ടാകാം. ബുദ്ധിയും കഴിവും മൂലം ഇവർക്ക് എല്ലായിടത്തും വിജയിക്കുവാൻ പറ്റും. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കർക്കിടക മാസം അനുകൂലമാണ്. ദൈവാനുഗ്രഹം, ഭാഗ്യവും ഈ നാളുകാർക്ക് വേണ്ടുവോളമുണ്ട്. കുറച്ച് പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് കർക്കിടക മാസത്തിൽ എല്ലാ വിജയവും ഉണ്ടാകും. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ടക ഉൾപ്പെടുന്ന വൃശ്ചികം രാശിക്കാർക്കും കർക്കിടക മാസം അനുകൂലമാണ്. ഈശ്വരാനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്ന സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മാനസിക ടെൻഷൻ അനുഭവപ്പെടാം. അതൊഴിവാക്കിയ വൃശ്ചികക്കൂറുകാർക്ക് കർക്കിടക മാസം ഏറ്റവും അനുകൂല മാസമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം അടങ്ങുന്ന കുംഭക്കൂറുകാർക്കും കർക്കിടക മാസം ഏറ്റവും അനുയോജ്യമായ മാസമാണ്. പല നല്ല അനുഭവങ്ങളും ഇവർക്ക് ഈ മാസം ഉണ്ടാകാം. വിവാഹം ദീർഘകാലമായി അന്വേഷിക്കുന്നവർക്ക് വിവാഹം ശരിയാക്കാനുള്ള സമയമാണിത്. അതുകൂടാതെ മനസ്സന്തോഷം, സാമ്പത്തിക ലാഭം എന്നിവ ഉണ്ടാകാം. സന്താന ലബ്ധിയും പ്രതീക്ഷിക്കാം. സ്വന്തമായൊരു വീടെന്ന ഇവരുടെ സ്വപ്നം പൂവണിയേണ്ട സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.